വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. അങ്ങനെ വെളിയിലോട്ട് നോക്കി പാടം കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഇത്രയും ദിവസം നിറയെ നെൽക്കതിരൊക്കെ ആയിട്ട് പാടം അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ ചെളിയൊക്കെ പുരണ്ട് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാടത്തേക്ക് നിറയെ വെള്ളമൊക്കെ കിട്ടിയത് ആറാണോ പാടമാണോ എന്ന് അറിയാത്ത പോലെ ആക്കി മാറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങി. എന്തിനാണ് വെളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിരുന്നാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ മനസ്സിനൊരു റിലാക്സേഷനൊക്കെ വേണ്ടി അതിന് വേണ്ടിയിട്ട് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കുറേ ചെന്നപ്പോഴത്തേക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങി. വൈകുന്നേരം ഇപ്പം മഴ സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് അതൊരു വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ നമ്മളങ്ങനെ പുറത്തേക്ക് പോയി. മിക്കവാറും പുറത്ത് പോകുമ്പോൾ ചായ കുടിക്കുന്ന പതിവായിരുന്നു. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നേരെ ഒരു പച്ചക്കറി കടയിലോട്ട് പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട്. കാരണം അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കണ്ടേ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാനായിട്ടൊരു വരാലിരിപ്പുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ തെറ്റിപ്പിടിച്ചൊരു വരാലാണിത്. അപ്പോൾ ഇതൊരു ഏകദേശം 3/4 കിലോ 1 കിലോ അടുത്തുണ്ട്. കടയിലൊരു 400 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മീനാണ്. അപ്പോൾ ഇത് നാടൻ വരാലാണ്. നമ്മളതിനെ ഇങ്ങോട്ട് എടുത്തു തൊട്ടപ്പോഴേ അതങ്ങ് നല്ല വഴുവഴുപ്പുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ വെട്ടുമോ എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കുറച്ച് ചാരമൊക്കെ എടുത്ത് പിടിച്ചങ്ങോട്ട് വെട്ടൽ തുടങ്ങി കേട്ടോ. അങ്ങനെ നല്ലപോലെ വെട്ടി കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി ഇങ്ങനെ എടുക്കണം നല്ലപോലെ. എന്നിട്ട് നമുക്ക് കുടംപുളി ഇട്ടങ്ങ് കറി വെച്ചാലോ. നാടൻ വരാൽ കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ എടുത്ത് എന്നിട്ട് ചട്ടിയിലോട്ടാക്കി അങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ അത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല നാടൻ വരാൽ കറി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കുറച്ച് വേകട്ടെ. അപ്പോൾ ഇതിന് കൂട്ടായിട്ട് എന്തെങ്കിലും സൈഡ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അതുകൂടെ എടുത്തങ്ങ് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി അതുകൂടെ അടുപ്പത്തോട്ട് വെച്ച് അതുകൂടെ അങ്ങ് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനായിട്ട് ചോറ് വിളമ്പിയാലോ. അങ്ങനെ ചോറെടുത്തിട്ട് അതിനകത്തോട്ട് നല്ല നിറച്ച് കുടംപുളി ഇട്ട വരാൽ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ വെച്ച് കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചേ.